ഒരാളെ പറ്റി പറയുമ്പോ തന്നെ അയാൾ ഒരു മുസ്ലിം എന്നതിനപ്പുറം അയാൾ ഇന്ന പ്രസ്ഥാനക്കാരനാണ്, അയാളുടെ തൗഹീദ് ശരിയല്ല, അയാളുടെ സുന്നത്തിയമാത്ത് ശരിയല്ല, അയാള് ബിദ്അത്തിന്റെ പക്ഷക്കാരനായ, അയാള് ശിർക്കിന്റെ പക്ഷക്കാരനാണ് എന്നിങ്ങനെ പറയാനല്ലാതെ ഒരു ഐക്യത്തിന്റെ എല്ലാവിധ ശക്തിയും തകർത്ത് കളയാനല്ലാതെ ഐക്യപ്പെട്ടു നിൽക്കാനുള്ള ഒരു മനസ്ഥിതി ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർക്ക് കടന്നു വരുന്നില്ല. ഇത് വലിയ ഒരു അപകടമാണ്. തിരുവോരങ്ങളിലൊക്കെ ഇന്നിപ്രകാരം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോഴും എന്താണ് അവിടെ ചർച്ച? ഖുർആൻ ഓതിക്കൊണ്ട്, ഹദീസുകൾ ഓതിക്കൊണ്ട് മറ്റുള്ളവനെയൊക്കെ കാഫറാക്കാനും മുശ്രിക്കാക്കാനും മുബത്തദിയാക്കാനും ഭീകരവാദിയാക്കാനും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാനും സലാം പറയരുതെന്ന് പറയാനും പറഞ്ഞാ മടക്കരുതെന്ന് പറയാനും പള്ളിയിൽ അടിച്ചിറക്കാനും അവരുടെ പള്ളിയിൽ കയറാൻ പാടില്ലെന്ന് പറയാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമായി നമ്മുടെ സദസ്സുകൾ, ഇതിനൊക്കെ വേണ്ടി മാത്രമായി നമ്മുടെ സദസ്സുകൾ. ഐക്യമെന്ന അനുഗ്രഹത്തെ നമ്മളൊക്കെ മറന്നുപോയി, ഐക്യമെന്ന ശക്തിയെ നമ്മളൊക്കെ മറന്നുപോയി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ. വിനീതനൽപ്പം മുമ്പ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലോതി വെച്ച വിശുദ്ധ ഖുർആനിലെ ദിവ്യസൂക്തമുണ്ടല്ലോ. പടച്ച തമ്പുരാനോടും നിങ്ങളോടും പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ اذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ, അല്ലാഹു ഏകനാണെന്ന് വിശ്വാസമുള്ളവരെ, ഹബീബായ റസൂലിൽ വിശ്വാസമുള്ളവരെ, ആഖിറത്തിൽ വിശ്വാസമുള്ളവരെ, സ്വർഗ്ഗ നരകങ്ങളിൽ വിശ്വാസമുള്ളവരെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാൻ പറയുന്നു, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഒരു അനുഗ്രഹത്തെ നിങ്ങൾ മറന്നു കളയല്ലേ. പടച്ചവൻ പറയുകയാണ്, അല്ല നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹമുണ്ട്, ഈ അനുഗ്രഹത്തെ നിങ്ങൾ മറന്നു കളയാൻ പാടില്ല. സദാസമയത്തും ഈ അനുഗ്രഹത്തെ പറ്റിയുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാ നിമിഷങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഈ അനുഗ്രഹത്തെ പറ്റിയുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഞാനും നിങ്ങളും മറക്കാൻ പാടില്ലെന്ന് പടച്ചവൻ പറയുന്ന അനുഗ്രഹമേതാ? ലക്ഷോപലക്ഷം മൈലുകളകലെ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് സൗരോർജത്തെ തരുന്ന സൂര്യൻ എന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, പതിരാത്രിയുടെ നിശബ്ദതയിൽ മനുഷ്യന് തണുപ്പും നിലാപം തരുന്നതായ ചന്ദ്രൻ എന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾക്ക് പോലും അപ്പുറത്തുള്ളതായ കോടാനുകോടി നക്ഷത്രങ്ങളുള്ളതായ ആയിരക്കണക്കിന് താരക സമൂഹങ്ങളെ മറക്കരുതെന്നല്ല, ദിനേനയെന്നോണം ആയിരം അലമാലകളാൽ ഞടിക്കുന്നതായ സമുദ്രമെന്ന അനുഗ്രഹത്തെ മറക്കരുതെന്നല്ല, ആ സമുദ്രത്തിന്റെ അന്തർഭാഗത്തോടുകൂടി നീന്തി തുടിക്കുന്നതായ കോടാനുകോടി ജീവജാലങ്ങളെ മറക്കരുതെന്നല്ല. പിന്നെയോ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത അനുഗ്രഹമുണ്ടല്ലോ, ഒരിക്കലും നിങ്ങളെ മറക്കാൻ പാടില്ലാത്ത, സദാസമയത്തും നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകേണ്ടുന്ന ഒരു അനുഗ്രഹമേത് അനുഗ്രഹമാണെന്നറിയുമോ? ഇത് കുന്തും ഈ വിശ്വാസികളെ, ഒരു കാലത്ത് നിങ്ങൾ ശത്രുക്കളായിരുന്നു, നിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്നവരായിരുന്നു, നിങ്ങൾ തെറിവിളിക്കുന്നവരായിരുന്നു, നിങ്ങൾ തമ്മിൽ യാതൊരുവിധ ഐക്യവും ഉണ്ടായിരുന്നില്ല. അതേ സഹാബക്കളുടെ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ പറ്റി നമുക്കറിയാമല്ലോ. കുടുംബത്തിന്റെ പേരിൽ അവർ തമ്മിലടിക്കുന്നവരായിരുന്നു, വർഗത്തിന്റെയും വംശത്തിന്റെയും പേരിൽ തമ്മിലടിക്കുന്നവരായിരുന്നു. വഴിവക്കിലൂടെ നടന്നു പോകുന്ന മിണ്ടാപ്രാണിയായ ഒട്ടകം, ആ ഒട്ടകം ഒരു ഇല കടിച്ചു പറിച്ചതിന്റെ പേരിൽ
ഒട്ടകത്തിന്റെ ഉടമയും തോട്ടത്തിന്റെ ഉടമയും വർഷങ്ങളോളം യുദ്ധങ്ങളും കലാപങ്ങളും നടത്തിയവരായിരുന്നെങ്കിൽ ഇപ്രകാരം ഇത് കുന്തും നിങ്ങളുടെ മുൻഗാമികൾ ശത്രുതയിൽ തമ്മിലടിച്ചുകൊണ്ട് ജീവിച്ചവരായിരുന്നെങ്കിൽ പടച്ച തമ്പുരാൻ അവന്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾക്കിടയിൽ ഇണക്കം നൽകിയെങ്കിൽ, നിങ്ങൾക്കിടയിൽ ഐക്യത്തിലാക്കിയെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനിടയിൽ സൗഹാർദ്ദം ഇട്ടു തന്നെങ്കിൽ അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങൾ സഹോദരങ്ങളായി മാറിയെങ്കിൽ, നിങ്ങൾ സാഹോദര്യ ബന്ധം കൂട്ടി ഉറപ്പിക്കുന്നവരായി മാറിയെങ്കിൽ, ഒരു കാലത്ത് നിങ്ങൾ തമ്മിലടിച്ചവരായിരുന്നു, ഒരു കാലത്ത് നിങ്ങൾ യുദ്ധങ്ങൾ നടത്തിയവരായിരുന്നു, ഒരു കാലത്ത് സഹകരണമില്ലാതെ ജീവിച്ചവരായിരുന്നു. എന്നാൽ പടച്ചവൻ നിങ്ങൾക്കിടയിലേക്ക് ഐക്യമിട്ട് തന്നപ്പോ ഈ റുമൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ശരീരത്തിൽ വെട്ടുകളും മുറിവുകളും വെച്ചുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സഹാബിയുടെ അടുക്കലേക്ക് മരണസമയത്തേക്ക് വായിലേക്ക് ഒഴിക്കാൻ വെള്ളവും കൊണ്ട് ചെല്ലുമ്പോ, എനിക്കല്ല ഈ വെള്ളം വേണ്ടത്, എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സഹോദരന് കൊടുക്കാൻ പറഞ്ഞ് രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് വെള്ളവുമായി എത്തുമ്പോ, ഇല്ല ഇല്ല, മരണത്തിന്റെ സമയത്ത് ലോകത്തുള്ള മുഴുവൻ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സന്ദർഭത്തിൽ എനിക്ക് ഈ വെള്ളം ആവശ്യമില്ല, എന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്ക് കൊടുക്കാനും പറയത്തക്ക രീതിയിൽ മരിക്കുന്ന സമയത്തും സാഹോദര്യം മുറുകെ പിടിക്കുന്ന അവസ്ഥയിലേക്ക് മഹത്തുക്കളായ സഹാബാക്കൾ എത്തിച്ചേർന്നെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോടും നിങ്ങളോടും പറയുകയാ, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കല്ലേ, ഈ സാഹോദര്യത്തെ നിങ്ങൾ മറക്കല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കല്ലേ. ഇതില് സൗണ്ട് ഇല്ലല്ലോ, ഇത് കേൾക്കുന്നില്ലല്ലോ, ഇത് കുറച്ചുകൂടെ കൂട്ടി വെക്കും. ഈ സാഹോദര്യത്തെ നിങ്ങൾ മറക്കരുത്, ഈ ഐക്യത്തെ നിങ്ങൾ മറക്കരുത്. പടച്ചവൻ നമ്മളോട് പറയുന്നു, ഐക്യത്തെ മറക്കരുത്, സാഹോദര്യത്തെ മറക്കരുത്, സാഹോദര്യം മുറുകെ പിടിക്കണം, ഐക്യം മുറുകെ പിടിക്കണം. പക്ഷെ നമ്മള് ഇന്ന് സംഘടന, പാർട്ടി, പ്രസ്ഥാനം, ഗ്രൂപ്പ്, അതിന്റെ പേരിൽ ആദ്യം മറക്കുന്നത് ഐക്യമാണ്. നമുക്കിപ്പോ അങ്ങനെയാ, നമ്മൾ ആദ്യം മറക്കുന്നത് ഐക്യമാണ്. ഹബീബായ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണം. നിങ്ങൾ വിശ്വാസികളാകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങളാരും വിശ്വാസികളാവുകയില്ല. അതുകൊണ്ട് പരസ്പരം സ്നേഹമുണ്ടാകാൻ നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം പറയുക, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു.